السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ബഹുമാനപ്പെട്ട ചെറുപ്പുളശ്ശേരി നിവാസികളെ, കച്ചവടക്കാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ നാട്ടുകാരെ, തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗൈഡ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രികമായി ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും ആനന്ദവും അന്നം നിന്ന് പോയിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പോലും പൈശാചികതയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. സ്വകാര്യ ഇടങ്ങളിൽ പോലും വൻ സുരക്ഷാ ഭീഷണി തുടർക്കഥയായിരിക്കുന്നു. ഇവിടെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾ പ്രസക്തമാകുന്നത്. ഇന്ന് ഈ ലോകം പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസത്തേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അധോമുഖമായ വിശ്വാസങ്ങളും വികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിക്കളഞ്ഞിരുന്നു. അന്നവർ കല്ലിനെയും പുല്ലിനെയും അവരുടെ ആരാധനമൂർത്തികളാക്കി. മാലാഖമാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു. സർവസൃഷ്ടാവായ അള്ളാഹുവിന് പകരം അവർ സൃഷ്ടിജാലങ്ങളെ തന്നെ ദൈവങ്ങളാക്കി. അങ്ങനെ അവർ സ്വയം ദൈവങ്ങളാക്കിയ ദൈവങ്ങൾക്ക് വേണ്ടി, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നരബലികൾ പോലും നടത്തി. ഇവിടെ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പ്രകാശവുമായി കടന്നു വരുന്നത്. സർവസൃഷ്ടാവായ സർവലോക പരിപാലകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചു. സൃഷ്ടികളിൽ സർവശ്രേഷ്ഠനായ മനുഷ്യൻ മറ്റ് സൃഷ്ടിജാലങ്ങൾക്ക് മുമ്പിലോ മറ്റ് മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്താൽ നിൽക്കരുതെന്ന വിമോചന സന്ദേശം നമുക്ക് നൽകി. ഈ സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ബഹുദൈവ സങ്കല്പത്തെ കടപുഴക്കിറിഞ്ഞു. അന്ന് അവിടെ അരങ്ങുവാണിരുന്ന പുരോഹിത്യ ചൂഷണങ്ങളുടെ അടിവേരറുക്കപ്പെട്ടു. ലോകത്തിന്റെ നെറുകയിലിരുന്ന് ലോകത്തെ ഭരിക്കാൻ മാത്രം അവർ പര്യാപ്തരായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ വരുത്തിയ മാറ്റം അത്രത്തോളം ശക്തമായിരുന്നു. പ്രശസ്ത ആംഗലേയൻ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകനുമായ ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹം തന്റെ ജനുവിൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ കുറിക്കുന്നു, അദ്ദേഹത്തെ പോലൊരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലൊരാൾ ലോകത്തിന്റെ അധികാരം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ സമാധാനത്തോടുകൂടും സന്തോഷത്തോടുകൂടും ലോകത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന അധ്യായങ്ങൾക്ക് കാലം കാതോർക്കുകയാണ്. കാരണം മനുഷ്യർ ഇന്നും പുരാതന മരുഭൂനിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യർ അഭ്യസ്തവിദ്യരും ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവരും മന്ത്രിമാരുമൊക്കെ ആയാണെങ്കിലും ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ പോലും ലജ്ജയില്ലാതെ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് നമ്മളിൽ പലരും. കല്ലിനെയും പുല്ലിനെയും എലിയെയും പുലിയെയും പശുവിനെയുമാണ് നമ്മുടെ ചില ആൾക്കാർ ആരാധിക്കുന്നത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചനങ്ങൾ പ്രാധാന്യമാകുന്നത്. ഇവിടത്തെ മനുഷ്യർ പശുമാംസം കഴിക്കുന്നവരെയും പശുമാംസം വിൽക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പശുമൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും
ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും മാത്രം പരിഷ്കൃത ലോകത്തെ അധപ്പതിപ്പിച്ചത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. ഇത്തരം അധമ വിശ്വാസങ്ങളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം മാത്രമാണ് പരിഹാരം. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു കേൾക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ എന്നത്. നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിലും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. സാംസ്കാരിക സാമൂഹിക ഭൂമികളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയോ സ്വാഭിമാനമോ ഇല്ല എന്നും അവർ അക്രമങ്ങൾക്കും അനീതിക്കും ഇരയാണെന്നും കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സിനിമാ മേഖലകളിൽ മാത്രമല്ല, മറ്റ് സ്ത്രീ പുരുഷ കൂടിച്ചേരുകൾ വിധേയരാകുന്ന എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്ന സ്ത്രീകൾക്കെതിരായുള്ള കേസുകളുടെ എണ്ണം 18,980 ദ വുമൻ ആൻഡ് മെൻ ഇന്ത്യയുടെ കണക്കനുസരിച്ച് പ്രതിദിനം ഇന്ത്യ രാജ്യത്ത് 18,087 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അഥവാ ഓരോ മണിക്കൂറിലും 87 സ്ത്രീകൾ ലൈംഗികമായി ഇന്ത്യ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തതിന്റെ കണക്കാണ്. റിപ്പോർട്ട് ചെയ്യാത്തവ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതത്വവും സ്വാഭിമാനവും നേടിക്കൊടുത്ത വിമോചന നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുമ്പിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത്. ആ മാതൃകയെ എന്നാണോ ലോകം ഏറ്റെടുക്കുന്നത്, അന്ന് മാത്രമേ സമൂഹത്തിൽ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതത്വവും സ്വാഭിമാനവും ലഭിക്കുകയുള്ളൂ. പ്രശസ്ത ഇന്ത്യൻ ദാർശനികൻ KS രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ മുഹമ്മദ് പ്രോഫിറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ കുറിക്കുന്നു, പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിനുള്ള സമ്പൂർണ്ണ മാതൃക എന്നാണ്. തുടർന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നു, മുഹമ്മദ് ദ എമാൻസിപ്പേറ്റർ ഓഫ് വുമൺ, സ്ത്രീ വിമോചകനായ മുഹമ്മദ് എന്നാണ്. അതെ, നാൾക്കുനാൾ പീഡന പർവ്വങ്ങൾ താണ്ടി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ വിമോചന അധ്യായങ്ങൾ മാതൃകയാക്കി കാണിച്ചു തന്ന വിമോചകൻ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനിക്കാൻ അവകാശമില്ലാത്ത, പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട അറേബ്യൻ പെൺകുട്ടികൾക്ക് ജനിക്കാനും മാന്യമായി ജീവിക്കാനും അവകാശം നേടിക്കൊടുത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ വിമോചനത്തിന്റെ കാഹളധ്വനി മുഴക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയരുത്. പ്രിയമുള്ളവരെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്ത്രീ വിമോചനത്തിന്റെ അധ്യായങ്ങൾ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാതി എത്തിയിട്ടും ലോകം ശങ്കിച്ചു നിൽക്കുകയാണ് അതിനെ ഉൾക്കൊള്ളാൻ. നമ്മുടെ ഇന്ത്യ രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 5 ലക്ഷത്തോളം പെൺകുട്ടികളാണ് ഗർഭസ്ഥ ശിശുക്കളാണ് ചെറുപ്പത്തിൽ തന്നെ കൊല്ലപ്പെടുന്നത്. ഇതുപോലുള്ള ധാരാളം ഹീനകൃത്യങ്ങളെ തടയാൻ നമ്മുടെ നിയമവ്യവസ്ഥകൾ ധാരാളം നിയമങ്ങൾ ഇറക്കുന്നുണ്ട്. ഗവൺമെന്റുകൾ പല രീതിയിലുള്ള ശിക്ഷാമുറകൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ നാൾക്കുനാൾ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതാണെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ പ്രയോഗവൽക്കരിച്ചു തന്ന സ്ത്രീ വിമോചനത്തിന്റെ അധ്യായങ്ങൾ പ്രസക്തമാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ വരിഞ്ഞു മുറിക്കുക വളരെയേറെ വേദനജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ യുവാക്കളെയും സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നത്. മെട്രോപൊളിറ്റൻ സിറ്റികൾ മുതൽ കുഗ്രാമങ്ങൾ വരെ ഇന്ന് ലഹരിയുടെ വലയത്തിലാണ്. 12-13 വയസ്സ് തുടങ്ങി കൗമാരക്കാരും നടുവൊടിഞ്ഞ വൃദ്ധർ വരെ മാദമലഹരിയുടെ മയക്കത്തിലാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ലഹരി ഉപയോഗിക്കുന്നവർ നമ്മുടെ കേരളത്തിലും ഭീമമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിന്റെ സർവേ പ്രകാരം 40% ലഹരി ഉപയോഗിക്കുന്നവർ 40%വും 18 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണെന്ന വസ്തുത ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്.
ഏപ്രിൽ 2023 ഏപ്രിൽ 11 വന്ന ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന തലക്കെട്ട് ശ്രദ്ധേയമാണ്. ഷാർപ്പ് റൈസ് സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കുതിച്ചുയരുന്നു. അതെ, കഞ്ചാവ്, മരിജ്വാന, MDMA, മെത്താഫിറ്റാമിൻ ഇതുപോലുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. UP സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് ലഹരിയുടെ മാസ്മരിക വലയത്തിലാണ്. ഇതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിനും സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും നല്ല അറിവുണ്ട്. എന്നാൽ അതിനെ തടഞ്ഞു നിർത്തുവാനോ അതിനെതിരെ നിയമങ്ങൾ എടുത്താൽ അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കുവാനോ ഇന്ന് സാധിക്കുന്നില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഹരി വിമോചനം പ്രസക്തമാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി വരുന്ന കാലഘട്ടത്ത് അവിടുത്തെ ജനങ്ങൾ മദ്യചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. മദ്യമില്ലാത്ത ലോകം അവർക്ക് മരണത്തിന് തുല്യമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ തന്നെ മുന്തിരിവള്ളികൾക്ക് കീഴെ മറവ് ചെയ്യണമെന്നും അങ്ങനെ മുന്തിരിവള്ളികളിലൂടെ ഊർന്നു വരുന്ന മദ്യത്തെ നുകർന്ന് തൻ്റെ ദ്രവിച്ച എല്ലുകൾ സായുജ്യമടയട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കൃത്യമായ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഘട്ടം ഘട്ടമായിട്ടുള്ള പരിവർത്തനത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹരിയുടെ ക്രൂരഹസ്തങ്ങളിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചു. കേവലം നിയമ നടപടികളിലൂടെയോ ശിക്ഷാമുറകളിലൂടെയോ തടഞ്ഞു നിർത്താനാവുന്നതല്ല ലഹരിയുടെ ഉപയോഗം. ദൈവപരലോക വിശ്വാസം രൂഢമൂലമാകുന്നതോടൊപ്പം ശിക്ഷയും ശിക്ഷണവും സമന്വയിപ്പിച്ചുള്ള ശാസ്ത്രീയ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ പ്രയോഗിച്ചത്. പ്രയോഗിച്ച ആ സന്ദേശം സമൂഹത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ ഈ ആധുനിക ലോകത്തും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ലഹരി വിമോചനം സാധ്യമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ജനങ്ങളിലുള്ള ദാരിദ്ര്യം. എക്കണോമിക് ഫോറമിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 220 ദശലക്ഷം ആളുകളുടെയും ദിവസ വരുമാനം 32 രൂപയിൽ താഴെ മാത്രമാണ്. അഥവാ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്ന് ഗീർവാണം മുഴക്കുമ്പോഴും 63% വരുന്ന മനുഷ്യരും കടുത്ത ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഇതിൻ്റെ കൂടെ സാമ്പത്തിക ചൂഷണവും കൂടി കൂടുമ്പോൾ ജീവിക്കാൻ ഗതിയില്ലാതെ നരകിക്കുകയാണ് ജനങ്ങൾ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രനാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും. ഇതിനെതിരെ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും വന്നിട്ടുണ്ടെങ്കിലും ഒരു നൂറ്റാണ്ടിലധികം അത് നിലവിലുണ്ടായിട്ടും ഈ സാമ്പത്തിക ചൂഷണങ്ങളെ തകർത്തെറിയാൻ അതിന് സാധിച്ചിട്ടില്ല എന്ന് ഇന്നിൻ്റെ ലോകം തന്നെ സാക്ഷിയാണ്. പലിശയും അഴിമതിയും ചൂഷണവും ഈ ലോകത്തെ തന്നെ പിടികൂടിയിരിക്കുന്ന ഒരു ആപത്താണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധന്യമായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ആ ധന്യമായ ഒരു കാലഘട്ടം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക നയങ്ങൾ അക്ഷരം പ്രതി അനുഗമിച്ച ഒരു സമൂഹമായിരുന്നു അവർ. എത്രത്തോളം എന്നാൽ സക്കാത്ത് വാങ്ങാൻ പോലും അവകാശികളില്ലാത്ത ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് സൃഷ്ടിച്ചു. പലിശയെയും ചൂഷണത്തെയും അഴിമതിയെയും നിഷ്കാസനം ചെയ്തു. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും കൃത്യമായ അവരുടെ അവകാശങ്ങൾ കൊടുത്തുവിട്ടി. വലതു കൈ നൽകുന്നത് ഇടതു കൈ പോലും അറിയാത്ത രീതിയിലുള്ള സാമൂഹിക സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. കേവലം വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സമൂഹത്തെ ദാരിദ്ര്യം വിട്ടുപോയി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്നും പ്രാധാന്യമേറി വരികയാണ്. ആ നയങ്ങൾ എന്നാണോ ലോകം പ്രയോഗിക്കുന്നത് അന്ന് നമുക്ക് ധന്യമായൊരു ലോകത്തെ ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക നയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സമ്പത്ത് ഒരു കൂട്ടരുടെ മാത്രം സമ്പന്നരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നും അത് പാവപ്പെട്ടവരുടെയും അഗതികളുടെയും അനാഥരുടെയും അവകാശമാണെന്നും അവർക്ക് കൃത്യമായി അവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ പട്ടിണിക്കാരും ദരിദ്രരും സമൂഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈപിടിച്ചുയർത്തി.
മാത്രമല്ല സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന പലിശയെയും ധൂർത്തിനെയും അങ്ങനെ സാമ്പത്തികമായിട്ട് മനുഷ്യരെ നശിപ്പിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. അതെ പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരേ ഒരു വിശ്വാസധാരയാണ് ഇസ്ലാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രയോഗിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തെ അതിൻ്റെ മാധുര്യം നുകരാനും അതിനെ സമൂഹത്തിൽ പ്രയോഗിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.